ഡോക്ടർ വസന്ത് സിറിയക്, ഓരോ തവണയും KSEB ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷമാകുമ്പോൾ എത്ര കൂടുതൽ വൈദ്യുതി വേണം, എത്ര കൂടുതൽ ഉൽപ്പാദനം, അല്ലെങ്കിൽ അത് വാങ്ങുകയാണെങ്കിൽ ആ രീതിയിൽ, അപ്പോൾ ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ അതിനൊരു കണക്കുണ്ട്. സാധാരണ ഒരു 5% വരെയാണ് വർധന പ്രതീക്ഷിക്കാറുള്ളത്. അവിടെ പക്ഷേ ഈ 2026 എത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഹീറ്റ് വേവ് വരുന്നു. അതുമായി ബന്ധപ്പെട്ട് AC-കൾ വാങ്ങിക്കൂട്ടുന്നു. ആ രീതിയിൽ വൈദ്യുതി ഉപഭോഗം കൂടുന്നു. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ നമ്മൾ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായൊരു പ്രതിസന്ധിയാണ് യുദ്ധം. അപ്പോൾ കട്ട ഇരുണ്ട യുഗത്തിലേക്ക് മാറി എന്നുള്ളൊക്കെ അധിക്ഷേപിക്കുന്നതിന് പകരം ഇതൊരു അപ്രതീക്ഷിതമായ ഒരു പ്രതിസന്ധി നമ്മൾ നേരിടുകയാണ് എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ടോ, അതോ മിസ്മാനേജ്മെന്റ് എന്നാണോ കോൺഗ്രസിന്റെ വിലയിരുത്തൽ? എന്താണ് മാനേജ്മെന്റ് കാര്യം? എന്തിനാണ് മാതൃഭൂമിക്ക് ഒരു മാനേജ്മെന്റ് ഉണ്ടാവുക? ആ മാനേജ്മെന്റ് ഉണ്ടാവുന്നത് അവിടെയുള്ള പ്രവർത്തികളെ, അടക്കമുള്ള അവിടുത്തെ എംപ്ലോയീസിനെ കോർഡിനേറ്റ് ചെയ്യുക, നിങ്ങളുടെ എഡിറ്റോറിയൽ പോളിസി കോർഡിനേറ്റ് ചെയ്യുക. അപ്പോ അപ്രതീക്ഷിതമായ ഒരു ന്യൂസ് കടന്നു വരുന്നു എന്നിരിക്കട്ടെ, അത് ഏറിയണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ നിങ്ങളുടെ മാനേജ്മെന്റ് ആണ്, അല്ലെങ്കിൽ എഡിറ്റോറിയൽ ബോർഡാണ്, അത് മാനേജ്മെന്റ് ടീമാണല്ലോ. അപ്പൊ മാനേജ്മെന്റിന്റെ കടമ എന്ന് തന്നെ പറയുന്നത് ഈ അപ്രതീക്ഷിതമായ സ്പോണ്ടേനിയസ്ലി ഉണ്ടാവുന്ന കാര്യങ്ങളെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. നോക്കൂ, ഞാൻ 2 പോസ്റ്ററുകൾ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. 2 പിണറായി വിജയന്റേതാണ്. ഒന്ന് അദ്ദേഹത്തിന്റെ പ്രോഗ്രസ് കാർഡാണ്. അതിൽ 4ാമത്തെ പേജിൽ 6ാമതായി പവറുള്ള കേരളം, ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത 10 വർഷങ്ങൾ A+ കൊടുത്തിരിക്കുന്നു. ഇനി UDF-നെതിരായിട്ടുള്ള അവരുടെ ഇരുണ്ട കാലം എന്ന് പറയുന്ന പ്രോഗ്രസ്, ഈ പറയുന്ന ചാർജ് ഷീറ്റ് ആണ്. ആ ചാർജ് ഷീറ്റിൽ 2ാമത്തെ പേജിൽ 4ാമതായി കൊടുത്തിരിക്കുന്നു, കേരളം ഇരുട്ടിലായി, രാവിലെയും വൈകിട്ടും അരമണിക്കൂർ വീതം പ്രഖ്യാപിത ലോഡ് ഷെഡിംഗ്. ഏത് കാലത്താണ് രാവിലെയും വൈകിട്ടും അരമണിക്കൂർ വീതം പ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഏതെങ്കിലും സർക്കാരിന്റെ കാലത്ത് തുടർച്ചയായി ഉണ്ടായിരുന്നോ? ഇല്ല. അത് തന്നെ കള്ളമാണ്. രണ്ടാമത്, കഴിഞ്ഞ 10 വർഷമായി ലോഡ് ഷെഡിംഗ് ഇല്ല, A+ എന്ന് പറയുമ്പോൾ അതും കള്ളമാണ്. ഇപ്പോ അങ്ങ് സൂചിപ്പിക്കുന്നത് പോലെ യുദ്ധത്തിന്റെയോ അല്ലെങ്കിൽ അനിയന്ത്രിതമായി വന്ന ഉഷ്ണക്കാറ്റിന്റെയോ ഉഷ്ണച്ചൂടിന്റെയോ പുറത്തുള്ള അമിത ഉപഭോഗത്തിനപ്പുറത്ത് കഴിഞ്ഞ 10 വർഷക്കാലം ലോഡ് ഷെഡിങ്ങുകൾ ഉണ്ടായിട്ടില്ലേ? എത്ര തവണ ലോഡ് ഷെഡിങ്ങുകൾ ഉണ്ടായി? ആ ലോഡ് ഷെഡിങ്ങുകൾക്ക് വിവിധ പേരുകൾ ഇട്ടു എന്നുള്ളതാണ്. നോക്കൂ, ലോഡ് ഷെഡിംഗ് എന്ന് വിളിച്ചില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മാതൃഭൂമിയുടെ തന്നെ ആർക്കൈവിൽ ഉണ്ടാവും ഒരു വർഷം ചുരുങ്ങിയത് 3-4 തവണ പ്രഖ്യാപിതമല്ലാത്ത ലോഡ് ഷെഡിങ്ങുകൾ. അത് പിണറായി വിജയൻ അതിനകത്ത് ഒരു സത്യസന്ധത കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ UDF കാലത്ത് പ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് എന്നാണ്. പ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ആണെങ്കിലേ പ്രശ്നമുള്ളൂ, അപ്രഖ്യാപിതமான പ്രശ്നമില്ല എന്നൊരു ധ്വനി അതിനകത്തുണ്ട്. അല്ലെങ്കിൽ ചർച്ചയിൽ വരുന്ന വക്താക്കൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്യാപ്സ്യൂൾ സ്പേസ് അത് ഇട്ടുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പോസ്റ്ററുകളിൽ വന്നിരിക്കുന്നത്. നോക്കൂ, കഴിഞ്ഞ 10 വർഷക്കാലവും ഈ സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നു. ഇനി ലോഡ് ഷെഡിംഗ് കുറയ്ക്കുന്നതിൽ, അതായത് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെയും VS സർക്കാരിന്റെ അതിന് മുമ്പുള്ള സർക്കാരുകളെ പറ്റി ആലോചിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലം ലോഡ് ഷെഡിംഗ് താരതമ്യേന കുറവായിരുന്നു. ഞാൻ അംഗീകരിക്കുന്നു. അത് ആരുടെ കഴിവാ? അത് പിണറായി വിജയൻ സർക്കാരിന്റെ കഴിവായി മാറണമെങ്കിൽ നേരത്തെ ജോസഫ് സി മാത്യു സാറ് പറഞ്ഞതുപോലെ അധികമായി 1 യൂണിറ്റ് എങ്കിലും ഉൽപ്പാദിപ്പിക്കാൻ തക്കവണ്ണത്തിൽ ഒരു പ്രൊജക്ട് എങ്കിലും സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ കമ്മീഷൻ ചെയ്യണമായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിൽ, നിലവിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിൽ നിന്ന് അധികമായി 1 യൂണിറ്റ് വൈദ്യുതി അത് കണ്ടെത്താൻ, അത് ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു സർക്കാരിന്റെ ഇനിഷ്യേറ്റീവിലൂടെ എന്ന് പറയാനുള്ള ആർജവം ഉണ്ടാവണം. അത് ചൂണ്ടിക്കാണിച്ച് സാധിക്കണം. അതുണ്ടായില്ല. എന്താ ഉണ്ടായത്? നമ്മൾ അമിത വില കൊടുത്ത് വെളിയിൽ നിന്ന് കറണ്ട് മേടിച്ചുകൊണ്ടിരുന്നു. അമിത വില എവിടെയാ കൊടുത്തത്? അമിത വില കൊടുക്കുന്നത് UDF കാലത്ത് 3.55 to 4.52 ഇതായിരുന്നു ഈ പറയുന്ന ബിറ്റ്വീൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതായത് 3.5 to 4.5 വരെ അപ്രോക്സിമേറ്റ്ലി ആ പണത്തിന് കിട്ടുമായിരുന്ന യൂണിറ്റ് വൈദ്യുതി. അത് 2023 ഇവർ ആ കരാർ ക്യാൻസൽ ചെയ്തു. ആരോട് ചോദിച്ചിട്ടാ? ഇപ്പൊ പറയും അത് റെഗുലേറ്ററി കമ്മീഷനാണ്. ആരാ റെഗുലേറ്ററി കമ്മീഷൻ? ഈ KSEB-യിൽ നിന്ന് രാജിവെച്ച്, അല്ലെങ്കിൽ KSEB-യിൽ നിന്ന് അവസാന സമയത്ത് പെൻഷൻ അടുത്തൂൺ പറ്റി മാറി നിൽക്കുന്നവർക്ക് പോയി സുഖവാസം നടത്താനുള്ള വെള്ളാനകളുടെ ഒരു കേന്ദ്രമാണ് ഈ റെഗുലേറ്ററി കമ്മീഷൻ. ഈ സംസ്ഥാനത്തെ റെഗുലേറ്ററി കമ്മീഷൻ കൊണ്ട് ടാക്സ് പണം അടയ്ക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടായതായിട്ട് ഏതെങ്കിലും കാലത്തുണ്ടോ? ഇല്ല. KSEB-യിൽ തന്നെ ജോലി ചെയ്ത് അവിടെ നിന്ന് അടുത്തൂൺ പറ്റുന്നവരാണ് അവിടെ പോയിരിക്കുന്നത്. സ്വാഭാവികമായും റെഗുലേറ്ററി കമ്മീഷനും രാഷ്ട്രീയമുണ്ട്. അത് ഏത് സർക്കാർ ഭരിച്ചാലും അതിന് രാഷ്ട്രീയമുണ്ട്. അപ്പൊ ആ റെഗുലേറ്ററി കമ്മീഷൻ അത് ക്യാൻസൽ ചെയ്യുന്നു. പിന്നീട് അത് കോടതി കയറുന്നു. ഒടുക്കം ഇപ്പൊ നമ്മൾ എത്രയ്ക്കാണ് മേടിക്കുന്നത്? മാക്സിമം ഓഫ് 13 rupees, 13 രൂപയ്ക്കാണ് മേടിക്കുന്നത്. എന്നിട്ട് KSEB മന്ത്രി പറയാണ് ലോഡ് ഷെഡിംഗ് ഇല്ല. KSEB പറയാണ് ലോഡ് ഷെഡിംഗ് എന്ന് പേര് വിളിക്കാൻ പറ്റില്ല, പക്ഷെ ചെറിയ നിയന്ത്രണങ്ങൾ ഉണ്ട് എന്ന്. നോക്കൂ, ഏറ്റവും കൂടുതൽ പവർ കൺസപ്ഷൻ ഈ മാസം ഉണ്ടായത് എന്നാ? അത് April 18-നാണ്. അറിയാം 6033 ആയിരുന്നു അന്നത്തെ പീക്ക് റേറ്റ്.
പക്ഷേ ഇന്നലെ മാത്രമാണ് റെഗുലേറ്ററി കമ്മീഷൻ പവർ കൺസംഷൻ പവർ എക്സ്ചേഞ്ചിൽ നിന്ന് പവർ മേടിക്കാനുള്ള ഓർഡർ കൊടുത്തിരിക്കുന്നത്. ഏതാണ്ട് 10 ദിവസം വൈകി. ഏപ്രിൽ 18 പീക്കിന് മേൽ പീക്കിൽ പോയി ടച്ച് ചെയ്തിട്ടും 10 ദിവസം കഴിഞ്ഞ് മാത്രമാണ് പവർ കൺസംഷൻ ആവശ്യമായ ഓർഡർ കൊടുക്കാൻ, അതിനാവശ്യമായ റിക്വയർമെന്റ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ മുമ്പോട്ട് കൊണ്ടുവരാൻ പവർ എക്സ്ചേഞ്ചിലേക്ക് കൊടുക്കാൻ ഈ പറയുന്ന റെഗുലേറ്ററി കമ്മീഷനും KSEBിക്ക് സാധിച്ചത്. 10 ദിവസം ഇവർ എന്ത് ചെയ്യായിരുന്നു? 2, ഇപ്പൊ ഈ പറയുന്നത് പോലെ യുദ്ധത്തിന്റെ അവസ്ഥ ഈ പറയുന്ന മാസം ഉണ്ടായതാണോ? ഇനി ജോസഫ് സി മാത്യൂസ് വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഈ പറയുന്ന ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. ഇൻഡക്ഷൻ കുക്കറുള്ള എത്ര വീടുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്? സംസ്ഥാനത്തുള്ള ബഹുഭൂരിപക്ഷം വീടുകളിലും കുറഞ്ഞ പക്ഷം 50% വീടുകളിൽ ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ ഈ സംസ്ഥാനത്ത്? എനിക്ക് തോന്നുന്നില്ല. അപ്പോ അങ്ങനെ കുറെ കാര്യങ്ങൾ പറയാ. നൂലുകെട്ട് നടത്തി കൊച്ചിന് പുതിയ പേരിടുന്നു എന്ന് പറയുന്നത് പോലെ ഇന്നലെ ഇട്ട പേര് കൊള്ളില്ല, അതുകൊണ്ട് ഗസറ്റിൽ പരിചയപ്പെടുത്തി തൽക്കാലം പവർ കട്ട് എന്ന് ഇന്ന് വരെ അറിയപ്പെട്ടിരുന്ന കുഞ്ഞിന്റെ പേര് നാളെ തൊട്ട് പവർ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റി ആണല്ലോ. പവർ മാനേജ്മെന്റ് എന്ന് ആക്കിയിരിക്കുന്നു എന്ന് ഗസറ്റിൽ പരസ്യപ്പെടുത്തിയാൽ ഈ പറയുന്ന ഉഷ്ണക്കാറ്റുണ്ടല്ലോ, ആ ഉഷ്ണക്കാറ്റ് സാധാരണക്കാരന്റെ ദേഹത്ത് അടിക്കുമ്പോൾ അത് തണുത്ത കാറ്റായി മാറില്ല. ഗസറ്റിലിട്ട് വായിക്കാം, അതിൻ്റെ അകത്ത് അഭിരമിപ്പെടാം, എന്നിട്ട് ക്യാപ്സ്യൂൾ വിഴുങ്ങി അത് പറഞ്ഞുകൊണ്ട് നടക്കാം എന്നതിനപ്പുറത്ത് ഒരു കാവൽ സർക്കാർ നടപ്പിലാക്കേണ്ട, ഒരു കാവൽ സർക്കാരും അതിനു മുമ്പുണ്ടായിരുന്ന സർക്കാരും എടുക്കേണ്ടിയിരുന്ന 10 വർഷക്കാലത്തെ വളരെ കൃത്യമായ മാനേജീരിയൽ ലാബ്സ് അത് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. അദാനിക്കും ജിൻഡാലിനും പണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി UDF കാലത്ത് ഉണ്ടായിരുന്ന കരാർ റദ്ദ് ചെയ്തതാണ് ഇത്രമാത്രം വലിയ പ്രശ്നത്തിലേക്ക് പോയിരിക്കുന്നത്. 10 സെക്കൻഡ് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാം. നോക്കൂ, എവിടെയാണ് പ്രശ്നം? ഇപ്പോ അധികം കരണ്ട് പലയിടങ്ങളിൽ നിന്ന് നമുക്ക് മേടിച്ചേക്കാം. അത് ആഗോള കരാറുകളുടെ ഭാഗമായും ഇവർ തന്നെ എതിർത്ത പല ആണവ കരാറുകളുടെ ഭാഗമായി നമുക്ക് ഇന്ന് അത് അവൈലബിൾ ആണ്. ഒരുപക്ഷെ ജിൻഡാലിൽ നിന്നോ അദാനിയിൽ നിന്നോ ഒക്കെ നമുക്ക് പവർ കിട്ടും. എവിടെയാ പ്രശ്നം? ജൂൺ മാസം, ജൂലൈ മാസം എന്റെ ആര്യയുടെ കരണ്ട് ബില്ല് വരുമ്പോ നമ്മൾ എടുത്തു നോക്കുമ്പോ ഇതിന്റെ സർചാർജ് കൊടുക്കണം. അതിന് കരണ്ട് മേടിക്കാൻ ഏതോ സിനിമയിൽ പറഞ്ഞ പോലെ മുള മേടിക്കാൻ കോയമ്പത്തൂർ പോയി, മുള കിട്ടിയില്ല 1000. മുള മേടിക്കാൻ അവിടെ നിന്ന് തമിഴ്നാട് പോയി, മുള കിട്ടിയില്ല 2000 എന്ന് എഴുതി വെക്കുന്നത് പോലെ നമ്മളുടെ കറണ്ട് ബില്ലിന്റെ അടിയിലേക്ക് എഴുതും ഉഷ്ണക്കാറ്റ് സർചാർജ് 2000, ട്രംപ് സർചാർജ് 3000, മൊസാദ് സർചാർജ് 5000. എന്നിട്ട് ഏറ്റവും അതിന്റെ അടിയിൽ ഒരു ഉളുപ്പും ഇല്ലാതെ പവർ കട്ട് ഇല്ലാത്ത 10 വർഷങ്ങൾ എന്നുകൂടി എഴുതി വെക്കും. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. ജൂൺ മാസം സാധാരണക്കാരനെ ഇരുട്ടടി, അവന്റെ വയറ്റത്തടിക്കുന്ന ഇരുട്ടടിയായി ഇതിന്റെ എല്ലാം പരിണത ഫലം ബില്ലിൽ വരാൻ പോകുന്നതേ ഉള്ളൂ. ജാഗ്രത.